യൂണിവേഴ്സിറ്റി കോളേജിൽ തെരഞ്ഞെടുക്കാൻ കാര്യം? നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ് നമ്മുടെ കോളേജ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ സ്റ്റഡീസിനെ പറ്റിയിട്ടായാലും അല്ലാതെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നോക്കുകയാണെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് കോളേജ് ചൂസ് ചെയ്തത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്ന് അറിഞ്ഞാണോ? അപ്പോ എന്താണ് പൊളിറ്റിക്സിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? പൊളിറ്റിക്സ് നമുക്ക് തന്നെ അറിയാം. ഈ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ നമ്മുടെ 10 വർഷത്തിന് മുന്നേ നമ്മുടെ കേരളം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ഉന്നമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ വിദ്യാഭ്യാസ മേഖലയിലായാലും എന്തൊരു കാര്യത്തിലായാലും. അപ്പോ ഞാന് എന്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്റെ നിലപാടുകൾക്ക് യോജ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ എന്റെ വോട്ടും ഇടതുപക്ഷത്തിനായിരിക്കും. ഓക്കെ, ഈ പൊളിറ്റിക്സ് ഇവിടെ വന്നതിന് ശേഷമാണ് പൊളിറ്റിക്സ് അല്ല, എന്റെ വീട്ടില് അച്ഛൻ ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോ അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. പിന്നെ ഇവിടെ വന്ന് കുറച്ചുകൂടി അറിയാം. പോലെ പൊളിറ്റിക്സിനെ കുറിച്ച് എന്താണ് രാഷ്ട്രീയം? നമ്മുടെ രാഷ്ട്രീയം പൊതുവെ താല്പര്യമില്ലാത്ത ഒരുപാട് പേര്, അതായത് എനിക്ക് തോന്നുന്നു 70% പുതിയ തലമുറയും അങ്ങനെയാണ് പറയാറ്. അതെന്താ അങ്ങനെ? അറിയത്തില്ല, പക്ഷെ എനിക്ക് പൊളിറ്റിക്സിനോട് വലിയ താല്പര്യമില്ല. അല്ല, എന്നാലും നമ്മളെ ഭരിക്കേണ്ടത് ആരാണ്, അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ഒരു നമുക്കൊരു ജനാധിപത്യം എന്ന് പറയുന്ന വലിയ ഭാഗ്യമുണ്ട്. ഭാഗ്യം എന്നാ ജനാധിപത്യം പേരില് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ ഏത് പാർട്ടി നോക്കിയാലും ഇപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് താല്പര്യക്കുറവ്. എന്താണ് മടുക്കാൻ കാര്യം? അഴിമതിയും ഇതും ഒക്കെ കണ്ടാണോ മടുക്കുന്നല്ല? അറിയത്തില്ല, ഇതിനെ കുറിച്ച് വലിയ താല്പര്യമില്ല, പഠിക്കാനും അറിയത്തില്ല. ഇപ്പൊ ക്യാമ്പസിലേക്ക് വന്നിട്ട് പൊളിറ്റിക്സ് എങ്ങനെയുണ്ട്? ക്യാമ്പസിലേക്ക് വന്നിട്ട് പൊളിറ്റിക്സിന് അതിനോട് താല്പര്യം, അതിന് ക്യാമ്പസ് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. ഇവിടെ രണ്ടുപേരും മാറി നിൽക്കുക. ഞങ്ങളോട് ചോദിക്കരുത് പ്ലീസ്. വരൂ, ഇവിടെ വരൂ. ചോദിക്കരുത്, വാ. ഓടല്ലേ, വാ ഇങ്ങോട്ട്. പേര് പറഞ്ഞില്ലേ, വാ. അതുപോലെ ചോദിക്കുള്ളൂ, വാ. ഇതാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പോലും താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു. ഇങ്ങനെയാണോ ഓടുന്നത്? പേരെന്താ? പേടിക്കല്ലേ? റിസാന. ഞാൻ ചോദിക്കുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതൊക്കെ അറിഞ്ഞാണോല്ലോ അല്ലെ? എന്താണ് അതിന്റെ ഒരു ഒപ്പീനിയൻ ഒക്കെ എങ്ങനെയാണ്? ഇവിടുത്തുകാരിയാണോ? ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്. അവിടെ ആരാണ് മത്സരിക്കുന്നത്? ട്രിവാൻഡ്രത്തല്ല, അതായത് ഇവിടെ അല്ല, വില്ലേജ് ഏരിയ. ഓക്കെ, അവിടെ ആരാ മത്സരിക്കുന്നത്? ആർക്കാണ് മുൻതൂക്കം? അവിടെ LDF-ന് തന്നെ മുൻതൂക്കം. ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് തന്നെയാണ്. അപ്പം നമ്മുടെ രാഷ്ട്രീയം അത് തന്നെയാണ്. എന്താണ് രാഷ്ട്രീയം? ഞാൻ ട്രിവാൻഡ്രംകാരിയല്ല, അല്ല, കൊല്ലം. അപ്പൊ എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്ത് കേരളപുരം, കുണ്ടറ. കുണ്ടറയിൽ. അപ്പൊ കുണ്ടറയിൽ ആർക്കാണ് ഇത്തവണ? താങ്കളുടെ വാർഡൊക്കെ LDF തന്നെയായിരിക്കും. നമ്മളും അങ്ങനെ ഒരു അത് തന്നെയാണ്. പേരോ? റിസാന. പറയൂ, റിസാന എവിടുത്തെ വരിക? കരുനാഗപ്പള്ളിക്കാരിയാണ്. എന്താണ് കൊല്ലത്തെ രാഷ്ട്രീയം? നമ്മുടെ വാർഡില് കോൺഗ്രസ്സുകാർക്കാണ് മുൻതൂക്കം. കോൺഗ്രസ്സുകാരിയാണ് ഞാൻ. വളരെ കുറച്ചു പേരാണ് നിങ്ങളുടെ പ്രായത്തിലുള്ളവര് ഞാൻ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കും. ഓ, നിങ്ങൾ രാഷ്ട്രീയം പഠിക്കുന്നവര്. നിങ്ങളെയാണ് ഞാൻ നോക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് ഈ പുതുതലമുറ കുറെ ആളുകൾ രാഷ്ട്രീയം താല്പര്യമില്ല എന്ന് പറയുന്നത്? നിങ്ങൾ എന്താ അതിനെങ്ങനെയാ കാണുന്നത്? എന്തായിരിക്കും നിങ്ങളുടെ കൂട്ടുകാർ കുറെ പേര്? ഞാൻ പൊളിറ്റിക്സ് അല്ല, ഞാൻ എക്കണോമിക്സ് ആണ്. ഐഡിയോളജീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അല്ല, എന്നാലും ഒരുപാട് യുവതലമുറയ്ക്ക് ഒരുപാട് ഈ പൊളിറ്റിക്സിനോട് താല്പര്യം ന്യൂട്രലായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ അതൊരു നിലപാടില്ലാത്ത, എന്തായാലും ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും ഒരു നിലപാട് വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു നിലപാട് ഉറപ്പായിട്ടും ഉണ്ടാവണം. ഈ ക്യാമ്പസിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? ഞാനിപ്പോ 5ാമത്തെ വർഷം ഇവിടെ. ഓ, സീനിയർ. അപ്പൊ പിന്നെ ഇത് വിട്ടുപോവാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ PG ഇവിടെ വന്നത്. ഓ, ശരി. അത് ക്യാമ്പസ് ഈ രാഷ്ട്രീയം മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാരോടും നമ്മള് ഈ ചോദിക്കുമ്പോ ഇപ്പൊ ഉള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പൊളിറ്റിക്സ് നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ടും കൂടി ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ ശബരിമല വിഷയം അടക്കം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? എങ്ങനെയാണ്? ഒരു LDF ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഇപ്പൊ. ഉറപ്പായിട്ടും ഇവിടെ കണ്ടംപററി നടക്കുന്ന ഇഷ്യൂസ് തദ്ദേശമായ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ ചോദിച്ചത് അത് ഈ താഴെത്തട്ടിലേക്ക്, പഞ്ചായത്ത് ലെവലിലേക്കൊക്കെ സാധാരണ ജനങ്ങൾ എന്തായാലും അവിടെ ഡെവലപ്മെന്റ് വരുമോ, അവർക്ക് പേഴ്സണലി ഇൻഡിവിജ്വലി എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നാ തോന്നുന്നു. എന്താണ് ആ ഒരു ഏരിയയിലുള്ള ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടല്ലേ പഞ്ചായത്ത് ഇലക്ഷന് അവിടെ ഈ അഴിമതിയും കാര്യങ്ങളൊന്നും വരില്ല? ഇല്ല, പുറമേ നടക്കുന്ന കാര്യങ്ങളല്ല. മീൻസ് നമ്മുടെ ഇവിടെ LDF ആണെങ്കിലും ലോക്കൽ ലെവലില് ആ ഏരിയ ലൊക്കാലിറ്റി ഡെവലപ്മെന്റ് അനുസരിച്ചാണ്. കോൺഗ്രസ്സുകാർക്ക് എന്താണ് പറയാനുള്ളത് ആ കാര്യത്തില്? ശബരിമല സ്വർണ്ണക്കൊള്ളൊക്കെ കേട്ട് കാണുമല്ലോ, വായിക്കുന്നു. പഞ്ചായത്ത് ലെവലാവുമ്പോഴത്തേക്ക് ആൾക്കാരെ നോക്കി ചെയ്യുന്നവരും ഉണ്ട്, പിന്നെ പാർട്ടി അതായതുകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട്.
എന്നാലും വലിയ വലിയ പ്രത്യാരോപണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം വലിയ രീതിയിൽ സ്വർണ്ണക്കൊള്ള പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോ കേരള കോൺഗ്രസ് ഇന്ത്യൻ കോൺഗ്രസ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരിക്കലും. ഇല്ല. അത് തന്നെ. ശരി, എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. പേരെന്താ മോളെ? ആര്യ. രേഷ്മ, അവന്തിക, സാന്ദ്ര. ഓക്കെ, നിങ്ങൾ എന്താ പഠിക്കുന്നത്? BSc ഫിസിക്സ്. ഫസ്റ്റ് ഇയർ? തേർഡ് ഇയർ. തേർഡ് ഇയർ. ഓ ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പറയാനുള്ളത്? നല്ലതാ. എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഇവിടെ വീട് ഇവിടെയാണോ? തിരുവനന്തപുരംകാരിയാണോ? പത്തനംതിട്ട. എന്താണ് പത്തനംതിട്ടയിലെ രാഷ്ട്രീയം ഇത്തവണ? അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ല. ആ. എന്താ പറയാ, ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കാൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അവിടെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ? വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും ആ, അത്രേ ഉള്ളൂ. ആ, എവിടുത്തുകാരിയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം എവിടെയാ? നെയ്യാറ്റിങ്കര. നെയ്യാറ്റിങ്കരയിൽ എന്താണ് പ്രശ്നം? പ്രശ്നമില്ല, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇവരുടെ ഒന്നും വീടിന്റെ അടുത്ത് നിങ്ങൾ നോക്കിക്കോണേ, ആരും ഒരു പ്രശ്നം. പേരെന്താ? സാന്ദ്ര. സാന്ദ്രയുടെ വീട് എവിടെയാ? കണ്ണൂര്. കണ്ണൂര്. ആ, കണ്ണൂരിന് രാഷ്ട്രീയം ഉണ്ടാവും എന്തായാലും. എന്താണ് രാഷ്ട്രീയം എങ്ങനെ കാണാം? നമ്മളെ അടുത്ത അവിടെയുള്ള ഏകദേശം ഉറപ്പുള്ള മണ്ഡലങ്ങളാണ്. പിന്നെ അധികം പേടിക്കാൻ ഞങ്ങൾക്ക് ഉറപ്പുള്ള മണ്ഡലങ്ങളാണ്. അധികം പേടിക്കാൻ നമ്മള് കുടുംബപരമായിട്ട് രാഷ്ട്രീയം കണ്ട് വളരുന്നവരായിരിക്കുമല്ലോ അല്ലെ, സ്വാഭാവികമായിട്ടും. അപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എങ്ങനെയായിരുന്നു വരുന്നത്? യൂണിവേഴ്സിറ്റി കോളേജില് ഞാൻ ആദ്യം ഡൽഹിയിൽ പോവാനായിരുന്നു വിചാരിച്ചത്. അപ്പൊ പിന്നെ ഡൽഹി പോവാൻ അമ്മ പറഞ്ഞ് PGക്ക് പോയാൽ മതി, അതുകൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും പഠിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ തിരുവനന്തപുരം. ഓക്കെ, എന്താണ് കാഴ്ചപ്പാട്? പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, നിലവിലെ പൊളിറ്റിക്സ് എങ്ങനെയാ വിലയിരുത്തുന്നത്? നിലവിലെ ഞാൻ തദ്ദേശം മാത്രമല്ല ചോദിക്കുന്നത്, മൊത്തത്തില്. ഞാനൊരു ഇടത് ചായവുള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും വേറെ ഒന്നും പറയാനില്ല. എനിക്ക് എന്തായാലും ആ ഒരു സപ്പോർട്ടാണ്. എനിക്ക് ഇപ്പൊ ഒരു വലിയ ക്രൈസിസിലാണല്ലോ ഇടതുപക്ഷം. ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മാറി വെറും ആരോപണങ്ങൾ മാത്രമാണ്. ആരോപണങ്ങൾക്ക് വിധേയമായി നമുക്കൊന്നൊരു തീരുമാനമൊന്നും പറയാൻ. ഇങ്ങനെയാണോ സാന്ദ്ര എപ്പോഴും സംസാരിക്കാറ്? അല്ല, സാന്ദ്രയുടെ ഈ സംസാരം കേട്ടിട്ട് അവരുടെ കൂട്ടുകാരെല്ലാം ഞെട്ടി നിൽക്കുവാണ്. ആ, എന്നിട്ടോ? അപ്പൊ ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണ്, തെളിവൊക്കെ ഉണ്ട്. എന്നാലും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആരാണ് തെളിയിക്കപ്പെടാത്ത? രണ്ടുപേരും അറസ്റ്റിലായി ജയിലിൽ പോയി. എൻവാസു ആരാണ്? പത്മകുമാർ ആരാണ്? അവരൊക്കെ പോയി. അപ്പൊ എന്തായാലും നമ്മൾ ആരോപണമാണെന്ന് പറഞ്ഞ് നിൽക്കുക. അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയം. ആണോ? അങ്ങനെയല്ല. ശരി, ആയിക്കോട്ടെ, താങ്കളുടെ അഭിപ്രായമാണ്. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് നടക്കട്ടെ കാര്യങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച്. പേരെന്തായിരുന്നു? സാവിത്ത്, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന അറിഞ്ഞാണല്ലോ അല്ലെ? പൊളിറ്റിക്സിനെ കുറിച്ച് എന്താണ്? ഏത് പാർട്ടി വന്നാലും നാടിന് നന്നായാൽ ഏത് പാർട്ടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഒരു പാർട്ടി തന്നെ സ്ഥിരമായിട്ട് ഭരിച്ചു പോയാൽ അവര് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തന്നെ വീണ്ടും വരുത്തുക. ഇല്ലെങ്കിൽ നല്ല പാർട്ടികൾക്ക് അവസരം കൊടുക്കുക, യുവത്വത്തിന് അവസരം കൊടുക്കുക എന്നതാണ് എന്റെ അഭിപ്രായം. അതെ, യുവത്വത്തിന് ഇപ്പൊ ഒരുപാട് പേര് അല്ലെ, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒരുപാട് പേര് പുതുമുഖങ്ങൾ കൊണ്ടുവരുമ്പോൾ പഴയ ചിന്തകളിൽ നിന്ന് പുതുമുഖങ്ങൾ വരുമ്പോൾ അവരുടെ ഐഡിയകൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ. പക്ഷെ കുറെ പേര് പറയുന്നുണ്ട് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും. എക്സ്പീരിയൻസ് മാത്രമല്ല, എക്സ്പീരിയൻസ് അവർ ഒരു സംഭവം ഇപ്പം ഒരാൾക്ക് ഇപ്പൊ ഒരു വണ്ടിയുണ്ട്, അവരിപ്പം ഡെയിലി ഓട്ടിച്ചാൽ മാത്രമേ അവർക്ക് ആ വണ്ടി കൈതെളിയോളൂ. ഇല്ല, വണ്ടി വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതാലോചിച്ചാൽ മതി. അവർക്ക് അധികാരം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അധികാരം എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യമില്ല. ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നന്നായി ഭരണം നടത്തുന്നു, ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു, എങ്കിൽ അവര് വീണ്ടും വരണമെന്നാണ് എന്റെ ഉത്തരം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ ഈ സ്ഥിരമായി കേൾക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറഞ്ഞ് നമ്മൾ പത്രം എടുത്താൽ ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്ത, അത് വികസനവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പക്ഷെ അത് മറുപുറത്ത് അപ്പുറത്ത് അഴിമതി നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിനെങ്ങനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ വികസനവും അഴിമതിയും തമ്മിലാണോ? പക്ഷേ ഇവര് പറയുന്ന ഈ പാർട്ടി ഉള്ളതുകൊണ്ടാണ്. ഈ പാർട്ടിക്ക് ഇപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റ് ഭാഗമായിട്ട് പറയണമെങ്കിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല അഴിമതി നടക്കുന്നത്, കോൺഗ്രസ് ഉള്ള സമയത്ത് അഴിമതി നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സമയത്തും അഴിമതി നടക്കുമ്പോൾ അഴിമതിക്കെതിരെയായിട്ട് നമ്മൾ ശബ്ദമുണ്ടാക്കണം. അപ്പം അഴിമതികൾ മാറണം. അപ്പം എന്റെ അഭിപ്രായത്തില് അഴിമതികളെ കുറിച്ച് കൂടുതൽ യുവത്വങ്ങൾക്ക് ബോധവൽക്കരണമായിട്ട് മറ്റു എല്ലാത്തിൽ നിന്നും മാറി നിന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും
നാടിന്റെ വികസനത്തിനും നാടിന്റെ ഉന്നമനത്തിനും വേണ്ടി യുവത്വങ്ങളായാലും എക്സ്പീരിയൻസ് ഉള്ളവരായാലും പരിശ്രമിക്കണമെന്നാണ് എന്റെ അഴിമതി നടത്തിയ പാർട്ടി ഇല്ലാതെ തന്നെ നമ്മൾ എതിർക്കുക. ആ പാർട്ടി ഇല്ലാതെ ഇരിക്കാം. അല്ലാതെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് തന്നെ കോൺഗ്രസിന്റെ കൂടെ നിന്ന് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് എതിർക്കല്ലേ. അല്ലെ ഇപ്പൊ കോൺഗ്രസ് അഴിമതി കാണിച്ചെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റിന്റെ കൂടെ നിന്ന് കോൺഗ്രസ് എടുക്കില്ല. നമ്മൾ നിഷ്പക്ഷമായിട്ട് വേണം സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്. നന്നായി സംസാരിച്ചു.